ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പത്തിരിയും പെപ്പർ ചിക്കനുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പത്തിരിയും പെപ്പർ ചിക്കനും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി രണ്ടായി മുറിച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി റെഡിയാക്കാം. അപ്പോൾ ഈ സബോള ഇട്ട് കൊടുത്ത് ഇതൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നന്നായി ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സബോള നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് വയലറ്റ് കളറായ കാരണമാണ് കേട്ടോ കരിഞ്ഞ പോലെ തോന്നുന്നത്. കരിഞ്ഞിട്ടൊന്നുമില്ല, ബ്രൗൺ കളറായിട്ടേ ഉള്ളൂ. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ആ പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായ ഈ ഉള്ളി അതിൽ കിടന്ന് വേവുന്ന ആ ടേസ്റ്റും മണമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ വേഗം വേവും ചെയ്യും. ഒരു 15 മിനിറ്റ് ആദ്യം ചെറിയ സിമ്മിലിട്ട് വേവിച്ചിട്ട് അതിൽ കുരുമുളക് പൊടിയും ഗ്രാമ്പൂ പട്ട മസാല അതൊക്കെ പൊടിച്ച പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഒരു 10 മിനിറ്റും കൂടെ ആവി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ടൈറ്റായിട്ട് നിൽക്കുകയാണ് ചിക്കൻ. ചീഞ്ചട്ടി നിറയെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ തനിയെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ കറക്റ്റ് ആ ചീഞ്ചട്ടിക്കുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നണതാണ്. ഞങ്ങൾ കുറച്ച് ചിക്കനുള്ളപ്പോൾ എപ്പോഴും ഈ ചീഞ്ചട്ടിയിലാണ് വയ്ക്കുക. കാരണം ചീൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയായ കാരണം വേഗം വെന്തും കിട്ടും. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ ഗ്രാമ്പൂ പട്ട മസാല ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പത്തിരിക്ക് പൊടി കുഴയ്ക്കുകയാണ്. ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1.5 കഷ്ടി പൊടിയാണ് കേട്ടോ. ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുക. അതിന് ശേഷം നന്നായി തിളയ്ക്കുമ്പോൾ പൊടി ഇട്ടിട്ട് കറക്റ്റ് ഇതുപോലെ പാകമാകുമ്പോൾ ഓഫ് ചെയ്യുക. അടി പിടിക്കാതെ നോക്കണം. ഞാനത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട്. നമുക്കിനി ചൂടാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് ഒന്നും കൂടെ സിമ്മിലിട്ടിട്ട് 10 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. പത്തിരി നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ഞാൻ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ പ്ലേറ്റ് വെച്ച് ഷേപ്പിലൊന്നും കട്ട് ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഏകദേശം റൗണ്ടിൽ പരത്തി വെച്ച് പിന്നെ അങ്ങനെ ചുട്ടെടുക്കണം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിലാണ് കട്ട് ചെയ്തൊക്കെ എടുക്കുക ഭംഗിയിൽ. നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേവേം പത്തിരിയൊക്കെ പരത്തി വേവേം ചുട്ടെടുത്തു കേട്ടോ. പത്തിരിയും ചിക്കൻ കറിയും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ചപ്പാത്തിനായിട്ടും ഇഷ്ടം പത്തിരി കൂട്ടി കഴിക്കാനാണ്. ബീഫാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. ചിക്കനെക്കാട്ടി ഇഷ്ടമാണ് ബീഫ്. അപ്പോൾ ഞാൻ കഴിക്കണ നേരത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടില്ല. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതാണ്. കാരണം തീരെ ചൂടില്ലാതെ കഴിക്കില്ല. കഴിക്കണ നേരത്ത് ചൂട് വേണം. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും നല്ല മണം അങ്ങനെ എടുക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട്
എടുത്തതാണേ. അപ്പോൾ നമുക്കിനി കഴിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ പത്തിരിയൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് ഒക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് വെക്കില്ല ചിക്കൻ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫ്ലേവറിൽ കഴിക്കണ്ടേ. അപ്പോൾ കുറച്ച് എപ്പോഴും മാറ്റി വയ്ക്കും, ബിരിയാണി വെക്കാനോ ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോഴല്ലേ 2 ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മടുപ്പ് വരും. എന്തായാലും 2-2.5 കിലോ അല്ലാണ്ട് ചിക്കൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫ്ലേവറിൽ വെക്കുകയും ചെയ്യാം, മടുപ്പും വരില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല ഗ്രേവിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ആക്കിയില്ല കേട്ടോ. ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട ആവശ്യമുള്ളൂ. പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗ്രേവി മതി. നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആക്കാം കേട്ടോ. ഉള്ളി നിറയെ ഇടുന്നത് കൊണ്ട് തന്നെ ഗ്രേവി ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ചിക്കനും പത്തിരിയൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ പ്ലേറ്റ് അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ ഞാനും കഴിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.